ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സർക്കാരിനൊപ്പം ഒന്നിച്ചുള്ള പ്രവർത്തനം ചാത്തമംഗലം പഞ്ചായത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചതായി MLA PT റഹീം. കോഴിക്കോട് EEC 1968 ബാച്ച് നേതൃത്വത്തിൽ നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ സെലിബ്രേഷൻ. കാലിക്കറ്റ് ചേംബറിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. കാജു-കാഡോ കരാട്ടെ മാർഷൽ അക്കാദമി എരഞ്ഞിക്കൽ ഡോജോ 3ാം വാർഷികം ആഘോഷിച്ചു. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സർക്കാരിനൊപ്പം ഒന്നിച്ചുള്ള പ്രവർത്തനം ചാത്തമംഗലം പഞ്ചായത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചതായി MLA PT റഹീം. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. സംസ്ഥാന സർക്കാരിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും 5 വർഷത്തെ വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ചും വിലയിരുത്തിയും ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. REC GVHSSൽ നടന്ന പരിപാടി PT റഹീം MLA ഉദ്ഘാടനം ചെയ്തു. സർക്കാരിനൊപ്പം ഒന്നിച്ചുള്ള പ്രവർത്തനം ലക്ഷ്യത്തിലെത്തിച്ചതായി MLA പറഞ്ഞു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ ഗവൺമെന്റ് ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തം ഈ കഴിഞ്ഞ കാലത്ത് പൂർത്തിയായിട്ടുണ്ട്. ഇനിയും നമുക്കൊരുപാട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. അതുകൊണ്ട് ഈ ഒരു കൂടിച്ചേരലിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് എന്ത് ചെയ്തു, ഗവൺമെൻറ് എന്ത് ചെയ്തു, ഇനി ഗ്രാമപഞ്ചായത്തിന് എന്ത് ചെയ്യാനുണ്ട്, ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാനുണ്ട്, ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അഭിപ്രായ സ്വരൂപിക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ ഓളിക്കൽ അധ്യക്ഷനായി. സംസ്ഥാന സർക്കാരിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും വികസന നേട്ടങ്ങളുടെ അവതരണവും ഗ്രാമപഞ്ചായത്തിന്റെ ഭാവി വികസന പ്രവർത്തനങ്ങൾക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കൽ, ചർച്ച എന്നിവ നടന്നു. ഹരിതകർമ്മ സേനയെയും വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. 23 വാർഡുകൾ ഉൾപ്പെട്ട പഞ്ചായത്തിൽ കോഴിക്കോട് മലപ്പുറം അതിർത്തി പങ്കിടുന്ന കൂളിമാട് പാലം ഉൾപ്പെടെ 4 യാഥാർത്ഥ്യമായി. ചൂരൂർ PHCയിൽ സ്വന്തം കെട്ടിടം, 9 സർക്കാർ സ്കൂളിൽ ഹൈടെക് കെട്ടിടം തുടങ്ങി നിരവധി വികസന നേട്ടങ്ങളാണ് പഞ്ചായത്തിന് പറയാനുള്ളത്. ചാത്തമംഗലത്തെ കെട്ടാങ്ങൽ ജില്ലയിൽ ഏറ്റവും മികച്ച ശുചിത്വമുള്ള ടൗണായി പ്രഖ്യാപിച്ചതും ഈ അടുത്തായിരുന്നു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മിനി ജയ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് M സുഷമ, ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കമ്പളത്ത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സദസ്സിന്റെ ഭാഗമായി ജോബ് ഫെസ്റ്റും കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാജു-കാഡോ കരാട്ടെ മാർഷൽ അക്കാദമി എരഞ്ഞിക്കൽ ഡോജോയുടെ 3ാം വാർഷികം ആഘോഷിച്ചു. ചടങ്ങിൽ ഗ്രാൻഡ് മാസ്റ്റർ ദിലീപ് കുമാറിനെ അനുമോദിച്ചു. MK രാഘവൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. കാജു-കാഡോ കരാട്ടെ മാർഷൽ ആർട്സ് അക്കാദമി എരഞ്ഞിക്കൽ ഡോജോയുടെ 3ാം വാർഷികാഘോഷവും 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കിയ കാജു-കാഡോ കരാട്ടയുടെ ഗ്രാൻഡ് മാസ്റ്റർ ദിലീപ് കുമാറിനെയും അനുമോദിച്ചു. അനുമോദന ചടങ്ങ് കോഴിക്കോട് MP MK രാഘവൻ ദിലീപ് കുമാറിനെ പൊന്നാട അണിയിച്ച് ഉദ്ഘാടനം ചെയ്തു. BC 2ാം നൂറ്റാണ്ട് മുതൽ AD 2ാം നൂറ്റാണ്ട് വരെ സംഘം സാഹിത്യത്തിൽ നിന്ന് കാണാൻ സാധിക്കും. കളരിപ്പയറ്റ് മുമ്പേ ഉണ്ടായത് പോരാട്ട വിദ്യകളാണ്. പക്ഷെ പിന്നീട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ എല്ലാ ആയുധ കലകളും നിരോധിക്കുന്നുണ്ടായി. അതൊരിക്കലും സമ്മതിച്ചില്ല. തുടർന്ന് ഇങ്ങോട്ടാണ് പിൽക്കാലത്ത് ഈ ആയോധന കലകൾ അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് കളരിപ്പയറ്റ് ഉൾപ്പെടെ തുടങ്ങിയ ഒരുപാട് മാർഷൽ ആർട്സ് ഇന്ന് സുപരിചിതമായി മാറിയിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ നമുക്ക് 2 കാര്യങ്ങളാണ് ഈ ആയോധന കലയുടെ ഒരു പ്രാധാന്യം. ഒന്ന്,
ഒന്ന് ആരോഗ്യപരമായിട്ടുള്ള ഫിറ്റ്നസ് ആണ് പ്രധാനം. രണ്ട് സ്വയം പ്രതിരോധിക്കാനുള്ള ഒരു ശക്തിയാണ്. നാഷണൽ കിക്ക് ബോക്സിംഗ് ഗോൾഡ് മെഡൽ ജേതാവ് വിഷ്ണു വി നായർ, ബോക്സിംഗ് ഗോൾഡ് മെഡൽ സൂര്യ തീർത്ത്, ഹൃദ്യ, റഷാൻ, പ്രവിത് എന്നിവരെയും അനുമോദിച്ചു. സീനിയർ മാസ്റ്ററായിട്ടുള്ള മനോജ് ആനക്കുളം, കരാട്ടയുടെ റെൻഷി ജയരാജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ EP സഫീന വാർഡ് കൗൺസിലർ അധ്യക്ഷത വഹിച്ചു. പ്രകാശ് പയ്യാനക്കൽ, VP മനോജ്, അബ്ദുൽ സലാം, രാജു മാപ്പാല, ദിൽജിത്ത് മാപ്പാല, ശ്രീധരൻ എന്നിവർ ആശംസകൾ നേർന്നു. രാകേഷ് CP നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് ചേംബറിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. ചടങ്ങ് ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ജോയ് ആലുക്കാസ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി, സെക്രട്ടറി ബോഷിപ്പ് കുന്നത്ത്, ട്രഷറർ അർഷാദ് ആദി രാജ ഉൾപ്പെട്ട ഭരണസമിതിയാണ് കാലിക്കറ്റ് ചേംബർ പുതിയ ഭാരവാഹികളായി സ്ഥാനമേറ്റത്. ഹോട്ടൽ ഹൈസൺ ഹെറിറ്റേജിൽ നടന്ന ചടങ്ങ് ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ജോയ് ആലുക്കാസ് ഉദ്ഘാടനം ചെയ്തു. സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ സംഘടനകൾ അനിവാര്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെയുള്ള ചേംബർ ഓഫ് കോമേഴ്സ്, ഈ വക സംഘടനകൾ, ഇങ്ങനെയുള്ള സംഘടനകൾ ഗവൺമെൻറ്റിൽ പ്രഷറൈസ് ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങൾ കച്ചവടക്കാർക്കും ഇൻഡസ്ട്രി നടത്തുന്നവർക്കും പല കാര്യങ്ങളിലും നടത്തിക്കാൻ പറ്റാവുന്ന ഗവൺമെൻറ് ചില കച്ചവടക്കാർക്കെതിരായിട്ടുള്ള പല കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നും മാറ്റിയെടുക്കാനായിട്ട് ഇങ്ങനെയുള്ള സംഘടനകൾക്ക് സാധിക്കും. ചേംബർ പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി അധ്യക്ഷനായി. സെക്രട്ടറി ബോഷിപ്പ് കുന്നത്ത്, ട്രഷറർ അർഷാദ് ആദി രാജ, വൈസ് പ്രസിഡന്റ് PM ഷാനവാസ്, ജോയിന്റ് സെക്രട്ടറി സുന്ദർ രാജുലു, മുൻ പ്രസിഡന്റുമാരായ ഡോക്ടർ K മൊയ്തു, M മുസമ്മിൽ, ഐപ്പ് തോമസ്, സുബൈർ കൊളക്കാടൻ, മുൻ സെക്രട്ടറി സിറാജുദ്ദീൻ ഇല്ലത്തൊടി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ചായ വിളി തുടങ്ങി. ചായ ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയേർഡ് CI ചായ ഉണ്ടാക്കാൻ അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. സൗത്ത് ഇന്ത്യ ഇന്നേവരെ കാണാത്ത എപ്പിക് എക്സ്പീരിയൻസ് ഇനി ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും കാണാം. അനുഭവിച്ചറിയാം. മൈജി ഫ്യൂച്ചറിന്റെ ഇന്നേ വരെ കാണാത്ത ഏറ്റവും വലിയ എപ്പിക് ഷോറൂം മൈജിയുടെ സ്വന്തം നാടായ കോഴിക്കോട് തൊണ്ടയാട് വരുന്നു. മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, കോഴിക്കോട്. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061122266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് EEC 1968 ബാച്ചിന്റെ നേതൃത്വത്തിൽ നാഷണൽ എഞ്ചിനീയറിംഗ് ഡേ സെലിബ്രേഷൻ നടന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ P മോഹൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു.
നാഷണൽ എഞ്ചിനീയറിംഗ് ഡേ സെലിബ്രേഷൻ കോഴിക്കോട് വെച്ച് നടന്നു. കോഴിക്കോട് EEC 1968 ബാച്ചിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ റിട്ടയർഡ് ചീഫ് എഞ്ചിനീയർ TR ശിവദാസ് സ്വാഗതം പറഞ്ഞു. പ്രോഗ്രാം ചെയർമാൻ P ശേഖരൻ അധ്യക്ഷത വഹിച്ചു. നാഷണൽ എഞ്ചിനീയറിംഗ് ഡേ മുഖ്യപ്രഭാഷണം ലുലുമാർട്ട് പ്രൊജക്ട് ഡയറക്ടർ ബാബു വർഗീസ് നടത്തി. ഗസ്റ്റ് ഓഫ് ഓണറായി മുൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ P മോഹൻ സംസാരിച്ചു. റിട്ടയർഡ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ, ലൈഫ് ടൈം പ്രൊഫസർ ആൻഡ് ചീഫ് മെന്റർ, രാഷ്ട്രീയ രക്ഷ യൂണിവേഴ്സിറ്റി ഗുജറാത്ത് ഡോക്ടർ പ്രഭാകരൻ പാലേരിയെയും മുൻ ചീഫ് എഞ്ചിനീയർ TR ശിവദാസനെയും ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എഞ്ചിനീയർ ചാർലി തോമസ്, എഞ്ചിനീയർ സാബു ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു. മുൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാധാകൃഷ്ണൻ, മുൻ സൂപ്രണ്ട് എഞ്ചിനീയർ ആരിഫ് ഖാൻ, റെയിൽവേ റെസിഡന്റ് എഞ്ചിനീയർ പ്രദീപ്, സീലോഡ് പ്രോപ്പർട്ടീസ് MD സർഗീവൻ, പ്രേസോനിക് ബിൽഡേഴ്സ് ജനറൽ മാനേജർ ജവഹർ, PRO പ്രിയ, പ്രൊഫസർ ഫിലിപ്പ് ആന്റണി, ലക്ഷോർ ഹോസ്പിറ്റൽ CEO P സക്കീർ, AD ഉഷാദേവി, സ്നേഹ പാലേരി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. IDBI ബാങ്ക് കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും സർക്കാർ ആശുപത്രിയിൽ ആശുപത്രി ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ബാങ്കിന്റെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് 3 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ നൽകിയത്. IDBI ബാങ്കിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും സർക്കാർ ആശുപത്രി കോട്ടപ്പറമ്പിൽ 3 ലക്ഷം രൂപയുടെ ആശുപത്രി ഉപകരണങ്ങൾ വിതരണം ചെയ്തു. IDBI ബാങ്കിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് 3 ലക്ഷം രൂപ വില വരുന്ന ഹോട്ട് എയർ ഓവൻ, സെൻട്രിഫ്യൂജ് 24 വെൽ, ഇലക്ട്രോലൈറ്റ് അനലൈസർ, ESR അനലൈസർ എന്നിവ സീനിയർ റീജിയണൽ ഹെഡ് MC സുനിൽകുമാറിൽ നിന്നും സ്ത്രീകളുടെയും കുട്ടികളുടെയും സർക്കാർ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PP പ്രമോദ് കുമാർ ഏറ്റുവാങ്ങി. ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് ഷീബ LV സ്വാഗതവും ലബോറട്ടറി ഇൻചാർജ് രഹന നന്ദിയും പറഞ്ഞു. സെക്രട്ടറി ഹേമ R, സ്റ്റോർ സൂപ്രണ്ട് അനിൽ O, PRO സിതാര E, IDBI DGM അക്തർ അലി, IDBI ചേവായൂർ ബ്രാഞ്ച് ഹെഡ് മനു മോഹൻ, നഴ്സിംഗ് സൂപ്രണ്ട് ആനന്ദവല്ലി CM, സന്തോഷ് KT, IDBI കോഴിക്കോട് RSM ജയപ്രസാദ് V എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 1-ാം വാർഷികത്തിൽ ഗുരുക്കന്മാരെ ആദരിച്ചും കളരി അഭ്യാസ പ്രകടനം നടത്തിയും വാർഷികാഘോഷമൊരുക്കി ചേലേമ്പ്ര വീരഭദ്ര കളരി സംഘം. പരിപാടികൾ മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് P ഹൃതികേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചേലേമ്പ്ര പുല്ലിപ്പറമ്പ് വീരഭദ്ര കളരി സംഘം 1-ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. മലപ്പുറം സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് P ഋഷികേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മറ്റ് കായിക ഇനങ്ങളെക്കാൾ കളരിക്ക് കുറെ പ്രത്യേകതകളുണ്ട്. അത് പരിശീലകന് അല്ലെങ്കിൽ ഗുരുക്കൾക്ക് ഒരു ഗുരുസ്ഥാനീയനാണ്, ആദരണീയനാണ്. മറ്റിനങ്ങളിലെ പരിശീലകനോ സായി NIS എടുത്ത് സായിയിൽ നിന്ന് സ്പോർട്സ് അതോറിറ്റിന്റെ നിന്ന് പരിശീലനം നേടിയ കോച്ചുമാരോടൊന്നും കാണിക്കുന്ന ബഹുമാനവും ആദരവുമല്ല കളരിയിലുള്ളത്. അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടതാണ്. വളരെ ആദരവാണ് നമ്മൾ കാണിക്കാറ്. വാർഡ് അംഗം അസീസ് പാറയിൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ലക്ഷ്മണൻ ഗുരുക്കൾ, മധു പുതുപ്പണം, ഷിബുലാൽ ഗുരുക്കൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് അനിൽകുമാർ, ദേവൻ തോട്ടോളി, അബ്ദുൾ ലത്തീഫ്, C താജുദ്ദീൻ, ബിജു കണ്ണൻ ഗുരുക്കൾ, സാമി വൈദ്യമഠം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വീരഭദ്ര കളരി സംഘം, ദുർഗാംബിക കളരി സംഘം, KPCGM കളരി സംഘം, ഭാർഗവ കളരി സംഘം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളുടെ വിവിധ കളരി അഭ്യാസ പ്രകടനവും നടന്നു. വീരഭദ്ര കളരി സംഘം വിദ്യാർത്ഥികൾ ഗുരുക്കൾ വിജിത്ത് തറയിലിനെ ആദരിച്ചു.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. മിൽമ ഐസ്ക്രീം, ഫ്രണ്ട്സിന്റെ അത്രയും ഫ്ലേവേഴ്സ്. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061112266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. സൗത്ത് ഇന്ത്യ ഇന്നേവരെ കാണാത്ത എപ്പിക് എക്സ്പീരിയൻസ് ഇനി ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും കാണാം. അനുഭവിച്ചറിയാം. മൈജി ഫ്യൂച്ചറിന്റെ ഇന്നേ വരെ കാണാത്ത ഏറ്റവും വലിയ എപ്പിക് ഷോറൂം മൈജിയുടെ സ്വന്തം നാടായ കോഴിക്കോട് തൊണ്ടയാട് വരുന്നു. മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഗോവിന്ദപുരം ലൈബ്രറിയുടെ 70ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അക്ഷരദീപം ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. പ്രദർശനോദ്ഘാടനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V. സുരേഷ് കുമാർ നിർവഹിച്ചു. ഗോവിന്ദപുരം ലൈബ്രറിയുടെ 70ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മനോജ് കെ വളയനാട് ആശയവും ആവിഷ്കാരവും നിർവഹിച്ച ഗോവിന്ദപുരം ലൈബ്രറിയുടെയും ദേശത്തിന്റെയും ചരിത്രമടങ്ങുന്ന അക്ഷരദീപം ഡോക്യുമെന്ററിയുടെ പ്രദർശനോദ്ഘാടനം കൈരളി ശ്രീ തിയേറ്റർ കോംപ്ലക്സിലെ വേദി ഓഡിറ്റോറിയത്തിൽ വെച്ച് കോഴിക്കോട് താലൂക്ക് യൂണിയൻ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V. സുരേഷ് ബാബു നിർവഹിച്ചു. അറിവിക തലത്തിലേക്ക് പുതിയ ലോകത്തെ കാണാനുള്ള കാഴ്ചപ്പാട് അവർക്കുണ്ടാകണം. അവർക്ക് ഒത്തുചേരാനുള്ള ഒരു കേന്ദ്രം വേണം. അത് അന്ന് നമുക്കറിയാം, ആർക്കും സ്വന്തമായിട്ട് ഒരു പത്രം വാങ്ങാനോ വാരിക വാങ്ങാനോ ശേഷിയില്ലാത്തൊരു സമൂഹമായിരുന്നു നമ്മൾ എന്ന് നമുക്കൊക്കെ അറിയാം. ആ 70 വർഷം മുമ്പുള്ള ഒരു കാലഘട്ടം തൊട്ടുകൂടായ്മയും തീട്ടിക്കൂടായ്മയും ഒക്കെ നിലനിന്ന ഒരു കാലമാണ്. ഇന്നത്തെക്കാൾ അതിശക്തമായിട്ട് വഴി നടക്കാൻ പോലും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച ഒരു കാലഘട്ടത്തിൽ നിന്ന് സമൂഹത്തിന് ഒത്തുചേർന്നിരുന്നുകൊണ്ട് ലോകത്തെ കാണാനുള്ള ഒരു കേന്ദ്രമായിട്ടാണ് നമുക്ക് തന്നെ അവർ ആഹ്വാനം ചെയ്ത ഗ്രന്ഥശാല, ഗ്രാമീണ മേഖലയിൽ ഗ്രന്ഥശാല ആരംഭിക്കണം. അങ്ങനെ വളരെ ലളിതമായി ഇവിടെ പറഞ്ഞതുപോലെ ലോട്ടറി നടത്തിയിട്ടും അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്നും തുച്ഛമായ പണം പിരിച്ചെടുത്തിട്ടൊക്കെ തന്നെയാണ് നമ്മുടെ ഗ്രന്ഥശാലകളൊക്കെ തന്നെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ആരംഭിച്ചത്. ഗോവിന്ദപുരം ലൈബ്രറി പ്രസിഡന്റ് MC വിജയകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലർ MC അനിൽകുമാർ ആശംസകൾ അർപ്പിച്ചു. ലൈബ്രറി കൌൺസിൽ താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് പ്രേംകുമാർ P, മനോജ് കെ വളയനാട് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ലൈബ്രറി സെക്രട്ടറി AM ജ്യോതികുമാർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ശ്രീധരൻ വെളിയറ നന്ദിയും പ്രകാശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചെത്തുകടവ് SNES കോളേജ് ഫിലിം ക്ലബ്ബ് ഒരുക്കുന്ന ഷോർട്ട് ഫിലിമിന് പേരിട്ടു. പേര് വെളിപ്പെടുത്തൽ കർമ്മം പ്രിൻസിപ്പൽ ഡോക്ടർ ശിവദാസൻ തിരുമംഗലത്ത് നിർവഹിച്ചു. ചെത്തുകടവിലെ SNES കോളേജ് ഫിലിം ക്ലബ്ബ് ഒരുക്കുന്ന പുതിയ ഷോർട്ട് ഫിലിമിന്റെ പേര് വെളിപ്പെടുത്തൽ കർമ്മം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശിവദാസൻ തിരുമംഗലത്ത് നിർവഹിച്ചു. ചടങ്ങിൽ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറുമായ മനീഷ് മോഹനൻ പൂജാകർമ്മം നിർവഹിച്ചു. ഷോർട്ട് ഫിലിമിന്റെ പേരായ റീകൈൻഡിൽ വൈസ് പ്രിൻസിപ്പൽ ശശില സുശാന്തിന് കൈമാറി. കോളേജിലെ തന്നെ വിദ്യാർത്ഥികൾ, അഭിനേതാക്കളും സംവിധാനവും ചെയ്യുന്ന ഈ സംരംഭത്തെ നിറഞ്ഞ മനസ്സോടെ കോളേജ് സ്വീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. ഫിലിം ക്ലബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ചിത്രീകരണം അടുത്ത ദിവസങ്ങളിലായിരിക്കും. യുവ പ്രതിഭകൾക്ക് അവരുടെ സൃഷ്ടി പ്രതിഭ പ്രകടിപ്പിക്കാനുള്ള വേദിയായിരിക്കും ഈ ഷോർട്ട് ഫിലിം എന്ന് പ്രിൻസിപ്പൽ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കുന്നമംഗലം.
KMCT കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസിന്റെ നാക് അംഗീകാര സർട്ടിഫിക്കറ്റ് കൈമാറ്റവും പുതിയ PG കോഴ്സുകളുടെ പ്രഖ്യാപനവും നടത്തി. MK രാഘവൻ MP സർട്ടിഫിക്കറ്റ് കൈമാറി. കോഴ്സുകളുടെ പ്രഖ്യാപനം ലിൻഡോ ജോസഫ് MLA നിർവഹിച്ചു. നാക് അംഗീകാരം ലഭിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ അലൈഡ് ഹെൽത്ത് സയൻസ് കോളേജായി മാറിയ KMCT കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസിന്റെ നാക് അംഗീകാര സർട്ടിഫിക്കറ്റ് MP MK രാഘവൻ കോളേജിന് കൈമാറി. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ കോളേജിന്റെ അധ്യാപന നിലവാരം, ഗവേഷണം, അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാർത്ഥി പിന്തുണ സംവിധാനങ്ങൾ എന്നീ മേഖലകളിലെ സമഗ്രമായ വിലയിരുത്തലിനു ശേഷമാണ് ഈ അംഗീകാരം നൽകിയത്. സ്വാഭാവികമായി ഈ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്ന യാതൊരു തത്വമില്ല. പക്ഷെ അദ്ദേഹത്തിന് ദീർഘവീക്ഷണം തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം 14,000 കുട്ടികൾക്ക് പഠിക്കാൻ അവസരം ഉണ്ടായി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിലെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയും എല്ലാവർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഡോക്ടർ സാഹിബിന്റെ ദീർഘവീക്ഷണം തന്നെയാണ് ഈ സ്ഥാപനം ജന്മമുള്ള കാരണങ്ങൾ ഞാൻ പൂർണ്ണമായും ശ്രദ്ധിക്കാം. തിരുവമ്പാടി മണ്ഡലം MLA ലിൻഡോ ജോസഫ് കോളേജിൽ പുതുതായി ആരംഭിച്ച ബിരുദാനന്തര കോഴ്സുകളുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. 10 ഡിപ്ലോമ കോഴ്സ്, 10 UG കോഴ്സ്, 10 PG കോഴ്സ്, ഇന്ന് 10 PG കോഴ്സിന്റെ കൂടി ഔപചാരികമായ ഒരു തുടക്കം കൊടുക്കുകയാണ്. അപ്പൊ എങ്ങനെയാണോ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് വളരാൻ കഴിയുക, എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് KMCT ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അസിസ്റ്റന്റ് ഡയറക്ടർ സാഹിൽ മൊയ്തു ആമുഖ പ്രഭാഷണം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സന്ദീപ് S അധ്യക്ഷം വഹിച്ചു. KMCT മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിജേഷ് വേണുഗോപാൽ, കോളേജ് IQAC കോർഡിനേറ്റർ പ്രൊഫസർ ഡോക്ടർ ഗ്ലാഡിസ് കമലം, അക്രഡിറ്റേഷൻസ് മാനേജർ സലീം KN, PTA പ്രസിഡന്റ് സലാം എളമരം എന്നിവർ പ്രസംഗിച്ചു. പ്രൊഫസർ സൗമ്യ നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാരിനൊപ്പം ഒന്നിച്ചുള്ള പ്രവർത്തനം ചാത്തമംഗലം പഞ്ചായത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചതായി MLA PT റഹീം. കോഴിക്കോട് EEC 1968 ബാച്ച് നേതൃത്വത്തിൽ നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ സെലിബ്രേഷൻ. കാലിക്കറ്റ് ചേംബറിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. കാജു-കാഡോ കരാട്ടെ മാർഷൽ അക്കാദമി എരഞ്ഞിക്കൽ ദോജോ 3ാം വാർഷികം ആഘോഷിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.